ഏരൂർ സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടത്തി. ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏരൂർ സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനവും പുനലൂർ MLA PS സുബാലിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഏരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് വാങ്ങിയ നൂതന സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവുമാണ് നടത്തിയത്. പുനലൂർ MLA PS സുബാൽ ചടങ്ങുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുനലൂർ രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. അതിൽ ചില ആളുകളുടെ പടം വയ്ക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്നും വേണ്ടതില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനം. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ വ്യക്തികളുടെ നേട്ടങ്ങളായിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. ഈ പണമെല്ലാം ജനങ്ങളുടെ നികുതി പണമാണ്. ഇപ്പൊ ആശുപത്രികളുടെ പേര് തന്നെ മാറ്റണമെന്നാണ്. നമ്മൾ പണ്ട് ധർമാശുപത്രി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന നമ്മുടെ സർക്കാർ ആശുപത്രി, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നാണ് നമ്മൾ നാമകരണം ചെയ്തത്. അതെല്ലാം കടിച്ചാൽ പൊട്ടാത്ത ഹിന്ദി വാക്കുകൾ നമുക്ക് തരികയാണ്. ആ പേരിൽ വിളിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ ഇത് ആരോഗ്യ കേന്ദ്രമാണെന്ന് നമുക്ക് ഇനി ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ 108 ആംബുലൻസിനുള്ള സഹായം നിർത്തലാക്കും. അങ്ങനെ നിർത്തലാക്കിയതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് പേഷ്യൻസിന് ഉള്ള സഹായം നിർത്തലാക്കി കേരളത്തിൽ. അപ്പൊ ഇതെല്ലാം ഒരു തെറ്റായ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്ത് അധ്യക്ഷത വഹിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോളി വിജയൻ പദ്ധതി വിശദീകരണം നടത്തി. ഏരൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോൺ വി രാജ്, ദിവ്യ ജയചന്ദ്രൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ S, സന്ധ്യ ബിനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്ന ഗണേഷ്, സുജിത അജി, അഞ്ജു, വിഷ്ണു P, അനുരാജ്, ഷീന കൊച്ചുമ്മച്ചൻ, MP നസീർ, ഫൗസിയ ഷംനാദ്, ചിന്നു വിനോദ്, സുമൻ ശ്രീനിവാസൻ, അജിമോൾ, മഞ്ജുലേഖ, അഖിൽ, CPM പ്രവർത്തകൻ R രാജീവ്, CPI പ്രവർത്തകൻ M ഷിബു, കോൺഗ്രസ് പ്രവർത്തകൻ ഗീവർഗീസ്, BJP പ്രവർത്തകൻ ജയചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രവീൺ PI നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സജി അഞ്ചൽ. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ.